നമസ്തേ. പെല്ലറ്റ് ഗണ്ണുകൾ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകൾ പാലിച്ചായിരുന്നു, അതോ അധികാര ദുർവിനിയോഗമാണോ സംഭവിച്ചത്? ഈ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരമാണ് ഇപ്പോൾ രാജ്യവും പ്രതിഷേധക്കാരും മനുഷ്യാവകാശ സംഘടനകളും കാത്തിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നതോടെ ജൂലൈ 20 സംഭവത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്നും ഉത്തരവാദികൾ ആരൊക്കെയാണെന്നതും കൂടുതൽ വ്യക്തമായേക്കും. നിയമം പാലിച്ച സേനാംഗങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും നിയമലംഘനം നടത്തിയവർക്ക് കർശന നടപടിയുമെന്ന് CRPFന്റെ പ്രഖ്യാപനം ഇനി അന്വേഷണ ഫലത്തിലൂടെ എത്രത്തോളം പ്രാവർത്തികമാകുമെന്നതാണ് നിർണായകം. വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് തോക്കുകൾ പ്രയോഗിച്ചെന്ന ഗുരുതര ആരോപണം രാജ്യം മുഴുവൻ ചർച്ചയാകുമ്പോൾ നിയമപരമായി പ്രവർത്തിച്ച ഓരോ ജവാന്റെയും ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമെന്ന അപൂർവ പ്രഖ്യാപനവുമായിട്ട് CRPF ഡയറക്ടർ ജനറൽ ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു വശത്ത് മനുഷ്യാവകാശ ലംഘനമെന്ന ആരോപണവും മറുവശത്ത് നിയമം പാലിച്ച് കർത്തവ്യം നിർവഹിച്ച സേനാംഗങ്ങൾക്ക് പൂർണ്ണ പിന്തുണ എന്ന സന്ദേശവും. എന്നാൽ അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമായ ബലപ്രയോഗം നടത്തിയതായി കണ്ടെത്തിയാൽ കർശന അച്ചടക്ക നടപടിയും ആഭ്യന്തര അന്വേഷണവും ഉറപ്പാണെന്ന് CRPF തലവൻ വ്യക്തമാക്കുന്നുണ്ട്. ജൂലൈ 20 ദില്ലിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? പെല്ലറ്റ് തോക്കുകൾ ശരിക്കും ഉപയോഗിച്ചോ? ആരാണ് ഉത്തരവാദി? ഇപ്പോൾ പുറത്തുവന്ന CRPF മേധാവിയുടെ നിർണായക പ്രസ്താവനയും അന്വേഷണം എവിടെയെത്തിയെന്നും വിശദമായി നോക്കാം. ദില്ലിയിൽ ജൂലൈ 20 നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചെന്ന ഗുരുതര ആരോപണത്തെ തുടർന്ന് ദേശീയ തലത്തിൽ രാഷ്ട്രീയവാദം കത്തിക്കയറുന്നതിനിടെ നിയമപരമായി കർത്തവ്യം നിർവഹിച്ച ഓരോ ജവാന്റെയും പിന്നിൽ CRPF ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച് കേന്ദ്ര റിസർവ് പോലീസ് സേന CRPF ഡയറക്ടർ ജനറൽ ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് രംഗത്തു വന്നിരിക്കുകയാണ്. സേനയുടെ നടപടികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ വിശദീകരണമോ ഉത്തരവാദിത്തമോ ആവശ്യമായി വന്നാൽ CRPF തലവൻ എന്ന നിലയിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വ്യക്തിപരമായി ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് ഉറപ്പു നൽകിയിരിക്കുകയാണ്. ന്യൂദില്ലിയിലെ ശൗര്യ CRPF ഓഫീസേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവെയാണ് നിയമ സംവിധാനങ്ങളുടെയും സേവന ചട്ടങ്ങളുടെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് യാതൊരു സമ്മർദ്ദത്തിനും ഭയത്തിനും വഴങ്ങാതെ രാജ്യസേവനം തുടരാൻ അദ്ദേഹം സേനാംഗങ്ങളോട് ആഹ്വാനം ചെയ്തത്. ആൾക്കൂട്ടത്തെ പിരിച്ചുവിട്ടു. RAFന്റെ അതായത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ നടപടികളും കഴിഞ്ഞു. ഇനി വിശകലനം നടത്തണം. അതിൽ കുറ്റക്കാരുണ്ടെന്ന് കണ്ടാൽ നടപടിയെടുക്കും. നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിർഭയമായി നിർവഹിക്കുന്നത് തുടരുക. ഉത്തരവാദിത്തമോ ഏറ്റെടുക്കേണ്ടിടത്ത് ഞാനത് ഡയറക്ടർ ജനറൽ എന്ന നിലയിൽ ഏറ്റെടുക്കും എന്നാണ് അദ്ദേഹം സേനാംഗങ്ങളോട് പറഞ്ഞത്. എന്നാൽ CRPF RAF നടപടിയുടെ പ്രൊഫഷണൽ പോസിറ്റീവ് വിലയിരുത്തൽ നടത്തും. പ്രക്ഷോഭം അവസാനിപ്പിച്ച് ഒത്തുകൂടിയ ആളുകൾ പിരിഞ്ഞുപോയി. വിലയിരുത്തൽ കഴിഞ്ഞു. സേന ആസ്ഥാനം ഔദ്യോഗിക നിലപാട് അറിയിക്കുമെന്നാണ് സിംഗ് വാർത്താ ഏജൻസിയോട് പറഞ്ഞത്. ദില്ലിയിലെ ജന്തർ മന്ദറിൽ CJP സംഘടിപ്പിച്ച ചലോ സൻസദ് മാർച്ചിനിടെയാണ് കലാപവിരുദ്ധ സേനയായ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് വിദ്യാർത്ഥികൾക്ക് നേരെ അമിത ബലപ്രയോഗം നടത്തിയെന്നും പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചുമെന്നുള്ള ഗുരുതര ആരോപണങ്ങൾ ഉയർന്നു വന്നത്. പെല്ലറ്റ് തോക്കുകൾ, കണ്ണീർവാതക ഷെല്ലുകൾ, ലാത്തി ചാർജ് എന്നിവയ്ക്ക് അനുമതി നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രതിഷേധത്തെ ക്രൂരമായി അടിച്ചമർത്താൻ ശ്രമിച്ചുവെന്നും ഇത് ഗുരുതര മനുഷ്യാവകാശ ലംഘനമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. സംഭവത്തിനിടെ 2 പ്രക്ഷോഭകർക്കും 1 മാധ്യമപ്രവർത്തകനും ഉൾപ്പെടെ നിരവധി പേർക്ക് പെല്ലറ്റ് ചില്ലറുകൾ തറച്ചതിനെ തുടർന്ന് പരിക്കേറ്റതായും പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ ശക്തമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ച സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥരെയും ജവാന്മാരെയും അഭിസംബോധന ചെയ്ത് CRPF മേധാവിയുടെ നിർണായക പ്രതികരണം പുറത്തുവന്നത്. രാജ്യസുരക്ഷയും പൊതുജനങ്ങളുടെ സുരക്ഷയും മുൻനിർത്തി നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഓഫീസർമാർക്കും ജവാന്മാർക്കും സേനയുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ പിന്തുണയും ഉറപ്പായിരിക്കുമെന്ന് DG ആവർത്തിച്ചു. എന്നാൽ അതേസമയം നിയമം അനുവദിക്കാത്ത രീതിയിലുള്ളതോ നീതീകരിക്കാനാകാത്തതോ ആയ ബലപ്രയോഗം നടത്തിയതായി കണ്ടെത്തുന്ന ഏത് ഉദ്യോഗസ്ഥർക്കെതിരെയും CRPF ആക്ട് പ്രകാരം യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ കർശന അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമം പാലിക്കുന്നവരെ നിയമലംഘനം നടത്തുന്നവരെ ഉത്തരവാദിത്വത്തിന് വിധേയരാക്കുന്നതിലും സേനയ്ക്ക് ഒരേ നിലപാടാണെന്ന വ്യക്തമായ സന്ദേശവും ഇതിലൂടെ അദ്ദേഹം നൽകി. അതേസമയം ജൂലൈ 20 ക്രമസമാധാന പരിപാലന നടപടികളുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന മാധ്യമ റിപ്പോർട്ടുകൾ, സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച ദൃശ്യങ്ങൾ, വിവിധ ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകൾ എന്നിവ സമഗ്രമായി പരിശോധിച്ചുകൊണ്ട് CRPF ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അസിസ്റ്റന്റ് കമാൻഡന്റ് തലത്തിൽ നടക്കുന്ന പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം നടപടിക്രമങ്ങളിൽ വീഴ്ചയോ നിയമലംഘനമോ ഉണ്ടായതായി കണ്ടെത്തിയാൽ വിഷയത്തിൽ ഔദ്യോഗിക കോർട്ട് ഓഫ് എൻക്വയറി രൂപീകരിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളും ഉത്തരവാദികൾക്കെതിരെ അച്ചടക്ക നടപടികളും തീരുമാനിക്കപ്പെടുക. ദേശീയ തലസ്ഥാനമായ ദില്ലിയിൽ ജൂലൈ 20 നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ
റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചെന്ന ഗുരുതര ആരോപണത്തിൽ സംഭവാനന്തര സമഗ്ര വിലയിരുത്തലിനൊരുങ്ങിയിരിക്കുകയാണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, അതായത് CRPF. രാജ്യവ്യാപകമായി വലിയ രാഷ്ട്രീയ വിവാദത്തിനും മനുഷ്യാവകാശ ചർച്ചകൾക്കും വഴിവെച്ച സംഭവത്തെ തുടർന്ന് സ്വതന്ത്ര അന്വേഷണത്തിനായുള്ള ആവശ്യങ്ങളും ശക്തമായിരിക്കെയാണ് സേന ആഭ്യന്തര പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. സംഭവത്തിൽ സേനയുടെ ഔദ്യോഗിക നിലപാട് അന്വേഷണ നടപടികൾ പൂർത്തിയായ ശേഷമേ വ്യക്തമാക്കാനാകൂ എന്ന് CRPF ഡയറക്ടർ ജനറൽ ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ഒരു മാധ്യമത്തിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഏത് സുപ്രധാന ദൗത്യത്തിന്റെയും സമാപനത്തിന് ശേഷം പതിവായി നടത്തുന്ന സംഭവാനന്തര വിലയിരുത്തൽ ഇത്തവണയും നടത്തുമെന്നും പ്രതിഷേധം അവസാനിക്കുകയും ജനക്കൂട്ടം പിരിഞ്ഞു പോവുകയും ചെയ്ത സാഹചര്യത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും സേന ആസ്ഥാനത്തിന്റെ അന്തിമ നിലപാട് പ്രഖ്യാപിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന RIF ഉദ്യോഗസ്ഥരുടെ മൊഴികൾ, ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട രേഖകൾ, കമാൻഡ് ലോഗുകൾ, സ്ഥലത്തു നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ, മാധ്യമങ്ങളിൽ പ്രചരിച്ച ചിത്രങ്ങൾ എന്നിവ വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് CRPFന്റെ തീരുമാനം. ജനക്കൂട്ട നിയന്ത്രണത്തിനിടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകൾ SOP കൃത്യമായി പാലിച്ചിരുന്നോ എന്നും പെല്ലറ്റ് വെടിയുതിർക്കുന്ന ആയുധങ്ങൾ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്നോ എന്നും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആവശ്യമായ കമാൻഡ് അനുമതിയും നിയമപരമായ ന്യായീകരണവും ഉണ്ടായിരുന്നോ എന്നും ഈ അവലോകനത്തിലൂടെ പരിശോധിക്കും. പ്രക്ഷോഭം നിയന്ത്രിക്കുന്നതിനിടെ പെല്ലറ്റ് ബുള്ളറ്റുകൾ പ്രയോഗിച്ച RIF ഉദ്യോഗസ്ഥരിൽ ഒരാളെ CRPF തിരിച്ചറിഞ്ഞതായി ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനാൽ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ വ്യക്തിഗത ഉത്തരവാദിത്തത്തെക്കുറിച്ച് പ്രതികരിക്കാൻ സേന തയ്യാറായിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന സൂചന. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിനിടെയാണ് ഈ സംഘർഷാവസ്ഥ രൂപപ്പെട്ടത്. തുടർന്ന് പ്രതിഷേധക്കാരെ പിരിച്ചുവിടുന്നതിനിടെയാണ് RIF ഉദ്യോഗസ്ഥർ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ച് വെടിയുതിർക്കുന്നതായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ദൃശ്യങ്ങൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. സംഭവത്തിനിടെ ഒരു മാധ്യമപ്രവർത്തകനും നിരവധി വിദ്യാർത്ഥികൾക്കടക്കമുള്ള പ്രതിഷേധക്കാർക്കും പെല്ലറ്റ് ചില്ലറുകൾ തറച്ചു പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജും സഫ്ദർജംഗ് ആശുപത്രിയും ചികിത്സ തേടിയ ചിലർക്കുണ്ടായ പരിക്കുകൾ പെല്ലറ്റ് പരിക്കുകളോട് സാമ്യമുള്ളതാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് വിവാദം കൂടുതൽ ശക്തമായത്. പരിക്കേറ്റവരിൽ ഒരാളായ ഷെയ്ഖ് ഇർഷാദ് മൻസൂരിയുടെ ശരീരത്തിൽ കണ്ടെത്തിയ മുറിവുകൾ പെല്ലറ്റ് പ്രഹരത്തിന്റെ സ്വഭാവവുമായി പൊരുത്തപ്പെടുന്നതാണെന്നാണ് പ്രാഥമിക മെഡിക്കൽ വിലയിരുത്തൽ. പരിക്കേറ്റ പ്രതിഷേധക്കാരിൽ ഒരാൾക്കെങ്കിലും പെല്ലറ്റ് ഗൺ മൂലമുണ്ടായതാണെന്ന് സംശയിക്കുന്ന പരിക്കുകളാണുള്ളതെന്ന് ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സൂചിപ്പിച്ചു. അതേസമയം പെല്ലറ്റ് പരിക്കേറ്റതായി സംശയിക്കുന്ന മാധ്യമപ്രവർത്തകനും ദില്ലിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇതോടെ പ്രതിഷേധം നിയന്ത്രിക്കാൻ ദില്ലി പോലീസിനൊപ്പം വിന്യസിക്കപ്പെട്ട CRPFന്റെ പ്രത്യേക കലാപവിരുദ്ധ വിഭാഗമായിട്ടുള്ള റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ നടപടികൾ ദേശീയ ശ്രദ്ധാകേന്ദ്രമായി മാറുകയായിരുന്നു. എന്താണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്? 1992 രാജ്യത്തുണ്ടായ വർഗീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രൂപീകരിക്കപ്പെട്ട പ്രത്യേക കലാപവിരുദ്ധ സേനയാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. ജനക്കൂട്ട നിയന്ത്രണം, കലാപ നിവാരണം, വർഗീയ സംഘർഷങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ, ക്രമസമാധാന പ്രശ്നങ്ങൾ എന്നിവ അതിവേഗം നിയന്ത്രിച്ച് സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കുന്നതിനായിട്ട് പ്രത്യേക പരിശീലനം ലഭിച്ച സേനാംഗങ്ങളാണ് ഇതിലുള്ളത്. ഉയർന്ന സമ്മർദ്ദ സാഹചര്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ബലപ്രയോഗത്തിലൂടെ പരമാവധി നിയന്ത്രണം ഉറപ്പാക്കുക എന്നതാണ് RIFന്റെ പ്രവർത്തന തത്വം. ജനക്കൂട്ട നിയന്ത്രണത്തിനായി ടിയർ ഗ്യാസ് ലോഞ്ചറുകൾ, പ്ലാസ്റ്റിക് ലാത്തികൾ, സൺ ഗ്രനേഡുകൾ, ബോഡി പ്രൊട്ടക്ടറുകൾ, പെല്ലറ്റ് ഗണ്ണുകൾ ഉൾപ്പെടെയുള്ള മാരകമല്ലാത്ത ഉപകരണങ്ങളാണ് RIFന് അനുവദിച്ചിരിക്കുന്നത്. ഇവയിൽ പെല്ലറ്റ് തോക്കുകളും അംഗീകൃത ക്രൗഡ് കൺട്രോൾ ഉപകരണങ്ങളുടെ ഭാഗമാണ്. എന്നാൽ മറ്റ് എല്ലാ നിയന്ത്രണ മാർഗങ്ങളും പരാജയപ്പെട്ട സാഹചര്യത്തിലും പൊതുസുരക്ഷയ്ക്കോ സുരക്ഷാ സേനാംഗങ്ങളുടെ ജീവനോ ഗുരുതര ഭീഷണി ഉയരുന്ന സാഹചര്യത്തിലും മാത്രമേ ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കാൻ അനുമതിയുള്ളൂ. അതും കർശനമായ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകൾ, കമാൻഡ് തലത്തിലുള്ള മുൻകൂർ അനുമതി, നിർദ്ദിഷ്ട പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ എന്നിവ കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണമെന്നാണ് നിലവിലെ ഈ ചട്ടങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ CRPF നടത്തുന്ന ആഭ്യന്തര അന്വേഷണം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രതിഷേധം നിയന്ത്രിക്കുന്നതിനിടെ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് ന്യായീകരിക്കാനാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും പുതിയ ദേശീയ വാർത്തകളും വിശകലനങ്ങളും ഉടൻ ലഭിക്കാൻ നമ്മുടെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും
കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.